അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസികളോട് വീണ്ടും വീണ്ടും ഓർമ്മിക്കട്ടോ. സൗദിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. നാട്ടിൽ പോയതിന് ശേഷം കേസായ ആളുകളുണ്ട്. സാമ്പത്തികമായ ഇടപാടുള്ള കേസ്. പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടായ കേസാണ് നാട്ടിൽ പോയതിന് ശേഷം. ഇവിടെ നിൽക്കുമ്പോഴല്ല, നാട്ടിൽ പോയതിന് ശേഷം കേസായ ആൾക്കാർ. ടൈം കൊടുക്കേണ്ട സമയം കഴിഞ്ഞപ്പോൾ കേസായ ആൾക്കാരുണ്ട്. അവർക്ക് ഇനി പുതിയ വിസയിലേക്ക് വരികയാണെങ്കിൽ, പുതിയ വിസയ്ക്ക് വന്നാലും ശരി, അതേ വിസയ്ക്ക് വരികയാണെങ്കിലും ശരി, നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ ആ കാശ് കൊടുക്കാൻ, ഇവിടെ എത്തിയതിന് ശേഷം കൊടുക്കാൻ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി, ഇല്ലാണ്ട് വരണ്ട. ചില ആൾക്കാർ ചെറിയ നിസ്സാര സംഖ്യയൊക്കെ ആണെങ്കിൽ അടച്ച് ക്ലിയർ ചെയ്യാൻ വയ്യും. ഭീമമായ സംഖ്യയാണെങ്കിൽ നിങ്ങളെ കേസ് പിന്നെ എടുത്ത് നോക്കുക. കേസ് ആയിട്ടുണ്ടോ, ഏത് കോടതിയിൽ അടക്കാനുള്ളത് നോക്കണ്ടാവും. എന്നിട്ട് അത് അടക്കാൻ നിങ്ങളടുത്ത് ഉണ്ട് എങ്കിൽ മാത്രം കാശ് കൊണ്ട് വന്നതിന് ശേഷം വന്നാൽ മതി, ഇല്ലാണ്ട് വരണ്ട. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ താല്പര്യമാവും. പിന്നെ നിങ്ങൾ ആ പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതിന് ഉംറയ്ക്ക് വന്നാലും ശരി, വിസിറ്റ് വന്നാലും ശരി, ഏത് കോലത്തിലും നിങ്ങളിവിടെ പിടിക്കും. മറക്കണ്ട, സാമ്പത്തിക ഇടപാടായിട്ട് നാട്ടിലേക്ക് കേസായി, പിന്നെ ഇവിടുന്ന് നാട്ടിലേക്ക് പോയതിനു ശേഷം കേസായ ആൾക്കാർ. ഇവിടുന്ന് കേസായ നിങ്ങൾക്ക് നാട്ടിലേക്ക് റീ എക്സിറ്റ് കിട്ടില്ല. പക്ഷെ നാട്ടിൽ എത്തിയതിനു ശേഷം കേസായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കൊടുക്കാനുള്ള സംഖ്യ ഉണ്ടെങ്കിൽ, അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. ഇവിടെ നിന്ന് ശേഷം അടച്ച് ക്ലിയർ ചെയ്യുക. അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ അത് കൊടുക്കാതെ നിങ്ങൾ പോകില്ല. ഉംറയ്ക്കായിക്കോട്ടെ, ഹജ്ജിനായിക്കോട്ടെ, വിസിറ്റിംഗ് ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ പിടിക്കും. ഏത് വിസയ്ക്ക് പുതിയ വന്നാലും ശരി. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.